നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോ എന്താ മക്കളെ ചുക്കാപ്പി നല്ലതാണ്. മാഷാ അല്ലാഹ്, ചുക്കാപ്പി കൊടുക്കുക, അല്ലാഹു ബർക്കത്ത് കിട്ടെ. തണുപ്പുണ്ടോ മോനെ? ഇല്ലല്ലോ. ഇല്ല, തണുപ്പൊന്നുമില്ല. എന്നാലും ഒരു ഇൻട്രസ്റ്റ് കൂടാൻ ചുക്കാപ്പി നല്ലതാണ്. ഇരിക്കട്ടെ, നിസ്കാരവുമായി വലിയ ബന്ധം വേണം. ഉമ്മമാരെ, സഹോദരിമാരെ, ജോലി തിരക്കിനിടയിൽ നിസ്കാരം ഒഴിവാക്കി പോകരുത്. വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നിസ്കാരം എപ്പോഴും നിലനിർത്തി പോകണം. ജീവിതത്തിൽ അത്രത്തോളം ബറക്കത്തുള്ളൊരു സംഗതി വേറെയില്ല. ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവ് ബോധരഹിതനായി വീണുപോയി. ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം, ഡോക്ടർമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ നേരെ പോകുന്ന നിസ്കാരക്കുപ്പായം മാറ്റാനാണ്. നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ബോധം കെട്ട് വീണുപോയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരിക്കുന്നു. ബോധക്കേട് മാറിപ്പോയി. അസുഖമെല്ലാം പൂർണ്ണമായും ക്ഷീണമൊക്കെ അകറ്റി മഹാനവറുകൾക്ക് വെള്ളം കൊടുത്തു. പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു. ബോധരഹിതനായി വീണ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹദി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ്. നിസ്കാരവുമായി അഭേദ്യ ബന്ധമുണ്ടാകണം. നിസ്കാരം നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ ഉമ്മമാരെ. അത്ര ബറക്കത്തുള്ളൊരു കുടുംബം നാട്ടിൽ വേറെ ഉണ്ടാകൂല, വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസിയ്യത്ത്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ വെച്ച് കേട്ട വസിയ്യത്ത്, ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാതടുപ്പിച്ച് വെച്ച് നോക്കി. അപ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? ഉമ്മത്തി അസ്വലാത്ത അസ്വലാ, എന്റെ ഉമ്മത്തെ നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം സൂക്ഷിക്കണേ. ഒരു ഘട്ടത്തിലും അത് ഒഴിവാക്കിക്കൂടാ. നിസ്കാരം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം. അന്നാണ് നമ്മളെ റൂഹ് പിടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞേ, പിന്നെ എടുക്കാനില്ല. അടച്ച റബ്ബിന്റെ അടുത്തേക്ക് എങ്ങനെ പോകുന്നത്? നിസ്കാരൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ഒഴിവാക്കി വെച്ചിട്ടാ പോകുന്നത്. ഡീസന്റോടെ പോകാൻ കഴിയും? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയും? ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ദിവസത്തെ നിസ്കാരം നിർവഹിച്ചത്? ഇപ്പൊ നിങ്ങൾ നോക്ക്, കിടക്കുന്ന രോഗികൾ, കിടപ്പിലായ രോഗികളോടൊക്കെ ഉപദേശിക്കണം നിസ്കാരത്തിന്റെ വിഷയം വേണ്ടുപോലെ നിർവഹിക്കാൻ. നിസ്കാരത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് നിസ്കരിക്കാം. കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. കിബിലയിലേക്ക് ആ കട്ടിലൊന്ന് തിരിച്ചു വെച്ചാൽ മതി. ആൾക്കൊരു കുഴപ്പമില്ല, വാർത്ത കേൾക്കാനും കുഴപ്പമില്ല, ഉണ്ണാനും കുഴപ്പമില്ല, അത് ഒഴിവാക്കാനും കുഴപ്പമില്ല. ആകെ ഒരു കുഴപ്പമുള്ളൂ, എന്തിന്? നിസ്കരിക്കാൻ. നിങ്ങൾ നോക്ക്, വേറെ എല്ലാവരും പ്രശ്നമില്ല. ഗുളിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട്, ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കുടിക്കുന്നുണ്ട്, ഇറച്ചി കഴിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്, ഒക്കെ ഒരു പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിസ്കരിക്കാനാണ്. ഒരാൾ അടുത്ത് വന്ന് സംസാരിച്ച മണിക്കൂർ കണക്കിന് സംസാരിക്കുന്നില്ലേ? 5 മിനിറ്റ് കിടന്നെടുത്ത് നിസ്കരിക്കാൻ. ഒറ്റ വക്ത് ഖളാ ആകാതെ ദുനിയാവൊന്ന് കഴിഞ്ഞു പോകാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പെരടിയിൽ ഖളാ ഉള്ള ആൾക്കാരൊക്കെ നല്ലോണം വീട്ടിയേക്കണം കേട്ടോ. ആയിസ് അല്ലാഹു തആല ബാക്കി തരുന്ന ഭൂമിയിൽ നമ്മളെ കൊണ്ട് വേറെന്തോ കാര്യം ഉണ്ടെന്ന് കരുതിയിട്ടാന്ന് കരുതരുത്. നമ്മൾ ആരും പഠിച്ചിട്ടില്ലെങ്കിലും ഭൂമിന്റെ ലെവലിൽ അങ്ങനെ പോകും. ഭൂമിന്റേതായ ലെവലിൽ അങ്ങനെ പോകും. ഉമ്മമാരോട് പറയട്ടെ, പെരടിയിൽ വല്ല നിസ്കാരവും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിർവഹിച്ചോളണം. പ്രത്യേകിച്ച് ഹൈദ് വരുന്ന ഹൈദിന്റെ സമയത്തും
നിഫാസിന്റെ സമയത്തുമൊക്കെയുള്ള സന്ദർഭം ശരിക്ക് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിഫാസിന് വേണ്ടി പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ചില സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് നിഫാസിന്റെ രക്തം മുറിഞ്ഞു, നല്ല ശുദ്ധിയായി 18ാമത്തെ ദിവസം 20ാമത്തെ ദിവസം ഇപ്പോഴും കുട്ടിയുടെ അടുത്തങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവിധ നല്ല ഔഷധങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അരിഷ്ടങ്ങൾക്കൊരു കുറവുമില്ല. എത്ര പേര് വേണം, ആ പേര് മുഴുവനും ഉണ്ട് അവിടെ. ബലാരിഷ്ടം മുതൽ താഴോട്ടുള്ള അരിഷ്ടം മൊത്തമുണ്ട്. അതിന് കുഴപ്പമില്ല. ഉള്ളിച്ചോറ് നേരാൻ വണ്ണം 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോ അതും വരുന്നുണ്ട്, കഴിച്ചോളൂ. പക്ഷേ ശുദ്ധിയായിട്ടുണ്ടോ നിസ്കരിച്ചോളണം. നിസ്കരിക്കാൻ 40 വരെ കാത്തിരുന്നുകൂടാ. 40 വരെ നിങ്ങൾക്ക് കിടക്കാം, പൊതച്ചു കിടക്കാം, ഉള്ളിച്ചോറ് വയ്ക്കാം, അതിനൊന്നും പരാതി പറയുന്നില്ല. 18ലും 20ലും ശുദ്ധിയായോ നിസ്കാരം വുജൂബാണ്. 40 കുളി എന്നൊരു കുളി പേരിനുണ്ട്. അതിൽ ഡ്രസ്സൊക്കെ വരുന്നൊരു കുളിയാണ്. അത് വാങ്ങിക്കോളി, കുഴപ്പമൊന്നുമില്ല. നമ്മളതിന് കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. ഒരു ഡ്രസ്സ് കൂടുതൽ കിട്ടിയ പ്രശ്നം ഉണ്ടാവും ഇല്ലല്ലോ, നല്ല തന്നെയല്ലേ ധാരാളം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ബേക്കറി വന്നാൽ അതും വാങ്ങാലോ, കഴിക്കാലോ. ഇതൊക്കെ കുളി അതിന്റെ പേരിൽ തന്നെയാണ്. നല്ലൊരു സ്പെഷ്യൽ ചോറൊക്കെ ഒന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. ശുദ്ധിയായോ പിന്നെ 40 ആയിട്ടില്ല എന്ന് പറഞ്ഞ അങ്ങനെ കിടക്കരുത്. ശുദ്ധിയായ നിസ്കരിച്ചോളണം. കിടക്കാൻ കിടന്നോട്ടെ, അതിന് തകരാറൊന്നുമില്ല. നിസ്കാരം അതിന്റെ മുറപ്രകാരം നിർവഹിക്കണം. അതിന് 40 എണ്ണാൻ ഉത്തരക്കാൻ പാടില്ല. എങ്ങനെയാ കണക്ക്? അല്ല, 40 വരെ അങ്ങനെ നിഫാസിന്റെ അശുദ്ധിയായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. സഹോദരിമാരോട് ചോദിച്ചു, കാരണം അതിനൊത്ത ആരോഗ്യം വേണം. അതിനൊത്ത ആരോഗ്യമുള്ളവരുണ്ടോന്നറിയാം. മിശ്രി പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. നല്ല ആരോഗ്യവതികളായ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിലുള്ള ഒരു 40 ദിവസം വരെ പോകും, അപൂർവമായിട്ട്. നമ്മൾ സ്വന്തം സഹോദരിമാരോട് ചോദിച്ചു നോക്ക്. പെണ്ണുങ്ങളോടൊക്കെ 20, 22, 25 ആകുമ്പോഴേക്ക് ശുദ്ധിയാവുകയോ നിസ്കാരം 40 ആണ്ടേയാണ്. 40 ആകണ്ട നിസ്കരിക്കാൻ, ശുദ്ധിയായാ മതി. 40 ആകുമ്പോ സ്പെഷ്യലൊക്കെ ഉണ്ടായിക്കോളൂ, ഇതിന് കുഴപ്പം തകരാറൊന്നുമില്ല. 60 വരെ പോകുക അതും അപൂർവമാണ്. ഉണ്ടാകും ഏതെങ്കിലും ഒറ്റപ്പെട്ടതൊക്കെ. ഹൈല് കുളി, ഹൈല് നിലച്ചുപോയി. എപ്പ നിലച്ചു സഹോദരങ്ങളെ? രാവിലെ 10 മണിക്ക്. രാവിലെ 10 മണിക്ക് ഹൈല് നിലച്ചു. കുളിച്ചാൽ ശേഷം കഴിഞ്ഞിട്ട്, കുളി കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത ളുഹുർ നിസ്കരിച്ചോളണം. പിന്നെ വരുന്ന നിസ്കാരം ളുഹുറല്ലേ, ളുഹുർ നിസ്കരിച്ചോളണം. അതിന് കുളിക്കുന്ന കണക്ക് വൈകുന്നേരം 5 മണിക്കായിട്ട് അങ്ങോട്ട് നീട്ടിവെച്ചിട്ട് ഈ ളുഹുർ നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൂടാ. ശുദ്ധി എപ്പോൾ നടന്നിട്ടുണ്ട്? രാവിലെ 10 മണിക്ക് നടന്നിട്ടുണ്ട്. സുബിഹിന്റെ സമയം നോക്കുമ്പോ സുബിഹിന്റെ സമയത്ത് ഹൈദ് രക്തം മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹൈലൊന്നും ഇല്ല, ഹൈല് മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുളിക്കാനാകൂല, ഭയങ്കര തണുപ്പാ. തയമ്മും ചെയ്തോളൂ. പറ്റൂലേ? എന്താ പറ്റായി? തണുപ്പ് കൂടിയിട്ട് ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ തയമ്മും ചെയ്യാലോ. ശരി, തയമ്മും എന്ന് പറഞ്ഞാൽ തണുപ്പിനുണ്ട് തയമ്മും. ചിലത് തണുത്തിട്ട് പറിച്ചിട്ട് ആകെ കൊച്ചിപ്പോകും. വെള്ളം ചൂടാക്കാലോ. വെള്ളം ചൂടാക്കാനും മറ്റൊന്നും നേരം സമയവും കാര്യങ്ങളും മറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു തയമ്മും ചെയ്തിട്ട് കുളിയുടെ പകരം തയമ്മും ചെയ്തിട്ട് നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. തയമ്മും എന്ന് പറഞ്ഞാൽ മുറിയേറ്റാൽ മാത്രമുള്ള സംഗതി ഒന്നല്ല, തണുപ്പിന് വേണ്ടിയും ചെയ്യാം. എല്ലാ ശരീരത്തിന്റെ പ്രകൃതി ഒരുപോലെ അല്ലല്ലോ. വെള്ളം ചൂടാക്കിയിട്ട് നന്നായി കുളിക്കണം. ഇനി അതിന് സാധാരണ കുളിക്കുന്നൊരു സമയം 2 മണി എന്ന് കണക്കാക്കിയിരിക്കരുത്. സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ, സുബഹിക്ക് എഴുന്നേറ്റ് അതേ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ച് വൃത്തിയായി നോക്കുന്ന സമയത്ത് രക്തം നിലച്ച രൂപമാണ് കാണുന്നത്. എന്നാൽ ആ സുബഹിക്ക് തന്നെ കുളിച്ച് സുബഹി നിസ്കാരം നിർവഹിക്കണം. സാധാരണ കുളിക്കുന്ന ഒരു ടൈമുണ്ട്. അതെപ്പോഴാ? അലക്കലും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടൊരു 12 മണി. സുബഹിക്ക് രക്തം നിലച്ച് ശുദ്ധി വന്നാൽ കുളിക്കണം, കുളിച്ചിട്ട് നിസ്കരിക്കണം. ആ ശുദ്ധിയായതിന്റെ കുളി 12 മണിയിലേക്ക് ഇങ്ങോട്ട് നീട്ടിവെക്കരുത്, 11 മണിയിലേക്ക് ഇങ്ങോട്ട് നീട്ടിവെക്കരുത്. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ്. നിസ്കാരം വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്.